ഹലോ ഹായ്. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരു +2 ബിസിനസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പം ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ സ്റ്റിൽ ഞാൻ പറയുവാണ്, ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനോ കാര്യങ്ങളൊന്നും അടിക്കണ്ട. കഴിഞ്ഞു, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ എക്സാമായ പബ്ലിക് എക്സാം തന്നെയാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയാലും ഇടുന്നതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, നമുക്ക് എവിടൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, ഏതൊക്കെ ഏരിയ പഠിക്കണം എന്നുള്ളത് ഇനി അടുത്ത നമ്മുടെ മെയിൻ എക്സാമിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രമാണ്. അത് ഞാൻ വെറുതെ ഒരു ഭംഗി വാക്കായിട്ട് പറയുമല്ല, സീരിയസ്ലി അതേ ഉള്ളൂ. കാരണം ക്രിസ്മസ് എക്സാം കഴിഞ്ഞു, അതിൻ്റെ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് ചെയ്തിട്ടും കാര്യമില്ല, അത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ എക്സാം അല്ലെങ്കിൽ മോഡൽ എക്സാം അടുത്ത നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ മോഡൽ എക്സാം ആണ്. ഇത് കഴിഞ്ഞിട്ട് പബ്ലിക് എക്സാം എന്നുള്ള രീതി. സോ അതിന് നമുക്ക് എന്തൊക്കെ ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ ഏരിയ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പം ഇത്രയൊക്കെ പഠിച്ചു, ചിലപ്പോൾ നല്ലോണം പഠിച്ചിട്ട് പോയിട്ട് പോലും ചിലപ്പം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാത്തവർ കാണുമായിരിക്കും, അല്ലെങ്കിൽ വിചാരിച്ച ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ കാണും. അപ്പോൾ എന്തൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ഡിസ്കഷൻ മാത്രമാണ്. ഓക്കെ, അത് നിങ്ങൾ കമ്പയർ ചെയ്ത് ടെൻഷൻ അടിച്ചൊന്നുമില്ല. ഇപ്പം ക്രിസ്മസ് വെക്കേഷനാണ്, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരിക്കുക. ഓക്കെ, അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷെ ജാനുവരി 1 തൊട്ട് നമുക്ക് ആലോചിച്ചേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം അതിന് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ കുറച്ച് നേരത്തെ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, കാരണം നിങ്ങൾക്ക് ആ ടൈമിൽ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല, അതിന് വേണ്ടി മാത്രമാണ്. സോ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് നോക്കുക, പഠിക്കുക. പിന്നെ ബാക്കി നമുക്ക് നമ്മുടെ മോഡൽ എക്സാമിനും അതേപോലെ പബ്ലിക് എക്സാമിനും സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഐശ്വര്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലോട്ട് കിടക്കുവാണ്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ടോട്ടലി ഒരു കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഓണസ്റ്റ്ലി കഴിഞ്ഞ വട്ടത്തെ ഫസ്റ്റ് ടേമിൽ ഈ പറഞ്ഞ പോലെ 5 ചാപ്റ്റർ ഉള്ളായിരുന്നെങ്കിൽ സെക്കൻഡ് ടേമിൽ 4 ചാപ്റ്റേഴ്സ് ആയിരുന്നെങ്കിൽ പോലും മൊത്തത്തിൽ ടോട്ടലി 9 ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ കുറേ ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി. പക്ഷെ കൂടുതലും നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എത്ര മാർക്കിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ടേമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതൽ മാർക്ക് വൈസ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളത്. കാരണം നിങ്ങളുടെ ചാപ്റ്ററായ ഡയറക്ടറിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം, വലിയ ചാപ്റ്ററാണ് അല്ലേ, നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങാത്ത ചാപ്റ്ററാണ്. അതിൽ ഓൾമോസ്റ്റ് ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഡയറക്ടറിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് വന്നിരിക്കുന്നത്. പിന്നെ 18 മാർക്ക് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത് നമുക്ക് ചാപ്റ്റർ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, ഇത് രണ്ടും വലിയ ചാപ്റ്റേഴ്സാണ്, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും 8 മാർക്ക് 9 മാർക്ക് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് നിങ്ങളുടെ 3rd ചാപ്റ്ററായ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഓൾമോസ്റ്റ് ഒരു 5-6 മാർക്ക് എന്നുള്ള രീതിയിലാണ് അതിൽ നിന്ന് വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ കൺട്രോളിങ് ആണെങ്കിലും ബിസിനസ് എൻവയോൺമെൻറ്റിലാണെങ്കിലും സ്കീം വൈസ് നമ്മൾ നോക്കുമ്പം കുറവാണ്. പക്ഷെ അതിന് ചോദിക്കുന്ന മാർക്ക് വൈസ് എന്നുള്ള രീതിയിൽ 2 ചാപ്റ്റേഴ്സും ചെറുതാണ്, അതേപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും ചെറുതാണ്. പക്ഷെ നമുക്ക് വിടാൻ പറ്റില്ല, കാരണം എല്ലാത്തിനും എവിടെന്നെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഒരു 2 ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. അപ്പോൾ നമുക്ക് വിടാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്കില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്ര മാത്രമേ ഉള്ളൂ, അതിൽ നിന്ന് പഠിക്കേണ്ടത് കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാമെന്നുള്ളൂ. പക്ഷെ ഡയറക്റ്റിംഗ് ആണെങ്കിലും സ്റ്റാഫിംഗ് ആണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഒരു ഓവർ വ്യൂ എന്താണ്, അല്ലെങ്കിൽ ഇപ്പം ചോദിച്ചതിൽ നിന്ന് എത്ര ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് എത്ര ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത്രയാണ് മാർക്ക് എന്നുള്ള രീതിയിൽ വന്നേക്കുന്നത്. ആൻഡ് ഇത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കിനി മോഡൽ എക്സാം ആകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പബ്ലിക് എക്സാം എന്നുള്ള രീതിയിലാകുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വരും. കാരണം ഇതിപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്തത് സെക്കൻഡ് ടേം തന്നെയാണ് അവർ ഫോക്കസ് ചെയ്ത് കൂടുതലും എടുത്തിട്ടുള്ളത്. പക്ഷെ സെക്കൻഡ് ടേമിൽ തന്നെ ഈ 2 ചാപ്റ്റേഴ്സ് ഡയറക്റ്റിംഗ് സ്റ്റാഫിംഗ് എന്നുള്ള ചാപ്റ്റർ തന്നെയാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മെയിൻ എക്സാമിലോട്ട് വരുമ്പം അത് മാറും. ഓക്കെ, വേറെ 2 ചാപ്റ്റേഴ്സും കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഈ ചാപ്റ്റേഴ്സ് എല്ലാം കൂടെ വരുമ്പോൾ എന്തായാലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. പക്ഷെ എന്നാലും ഡയറക്റ്റിംഗ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായാലും മാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴോ ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ നമ്മൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ,
ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ ഡിസ്കഷൻ എന്താണെന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊന്നും പോകില്ല നമ്മൾ, കാരണം ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സും വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഓരോ ചാപ്റ്റർ വൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ ഡിസ്കഷൻ പോകുന്നുണ്ട്. സോ എന്താണ് ഏതാണെന്നുള്ള ഫുൾ ഡിസ്കഷനും കാര്യങ്ങളും ഒന്നും ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ബോറടിപ്പിച്ച് പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉത്തരം എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏത് ചാപ്റ്റേഴ്സിൽ നിന്നാണെന്നുള്ള ജസ്റ്റ് ഒരു നിങ്ങൾക്കൊരു ഐഡിയ തരിക എന്നുള്ളതാണ്. ഓക്കെ, പൈശ്ശിയായിട്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ്, interrupt policies framed by management is a function of dash. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എനിക്ക് തോന്നുന്നു കുറേ വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിന്. അതിപ്പോൾ 1 മാർക്ക് എന്നുള്ള രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ അല്ലാതൊക്കെ നമ്മൾ നോക്കുമ്പോഴും ഏതെങ്കിലുമൊക്കെ 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് 5 എന്തെങ്കിലുമൊക്കെ രീതി എസ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു ലെവലിൽ എന്തായാലും ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വരും. അത് തന്നെയാണ് ഇവിടുന്ന് വന്നേക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മിഡിൽ ലെവലാണ് വരുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഏത് ഫോം എന്നുള്ള രീതിയിൽ വേണമെങ്കിലും ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിൽ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ആണ്. പിന്നെ രണ്ടാമത് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത് ആക്ച്വലി 3rd ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ ഏറ്റവും ചെറിയൊരു ചാപ്റ്റർ എന്ന് പറയുന്നതാണ് ബിസിനസ് എൻവയോൺമെന്റ്. പക്ഷെ നമുക്ക് വിടാനും പറ്റില്ല. അതിൽ നീ പറഞ്ഞ പോലെ എന്തായാലും ഇപ്പം ഇവിടെ ഒരു 5-6 മാർക്ക് എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ വരും, നമുക്ക് പഠിക്കാനും എളുപ്പമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ കിട്ടുമ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് വന്നേക്കുന്ന 1 മാർക്കിൻ്റെ 10 എണ്ണം തന്നിട്ട് അതിൽ ഏതെങ്കിലും 8 എണ്ണം എഴുതാന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. അപ്പം ഇത് വലിയ സീനൊന്നുമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എഴുതാം. പക്ഷേ 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഈ ബിസിനസ് എൻവയോൺമെന്റിൽ നിന്നൊക്കെ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ളതായതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് പഠിക്കാനും പറ്റും, സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, സോ ചെറിയ ചാപ്റ്റേഴ്സ് ഈ പറഞ്ഞ ബിസിനസ് എൻവയോൺമെന്റ് ആണെങ്കിലും കൺട്രോളിങ് ആണെങ്കിലും വിടരുത്. എല്ലാവരും ചെയ്യുന്ന അബദ്ധമാണ് ആ ചെറിയ ചാപ്റ്റർ അതിന് കൂടുതലും ചോദിക്കുന്നതിൽ വിടാം. അങ്ങനെ വിടരുത്. അതാണ് ആദ്യം പഠിക്കേണ്ടതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും പറ്റും. പഠിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞാൽ 2 ചാപ്റ്റർ കഴിയുകയും ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. അതിന് ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻ വരുമ്പോൾ നമുക്കത് ചൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, എന്ന് പറഞ്ഞാൽ കൂടുതൽ മെനക്കെട്ട് ടൈം കളയേണ്ട എന്നുള്ളതല്ല, പക്ഷെ വിടരുത്. ഈ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇത് ഒരു ലൈക്ക് എന്താ പറയുക, ഡയറക്റ്റ് ആയിട്ട് എന്താണെന്നല്ല ചോദിച്ചേക്കുന്നത്. അക്കോർഡിംഗ് ടു 1 റൈറ്റർ, ഏതോ ഒരു റൈറ്റർ, ജസ്റ്റ് ടേക്ക് ദ യൂണിവേഴ്സ് സബ്സ്ട്രാക്ട് ദി ഓർഗനൈസേഷൻ ആൻഡ് ദ റിമൈൻഡർ വിൽ ബി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നിങ്ങളിത് എൻവയോൺമെൻറ്റ് ചാപ്റ്റർ പഠിക്കണമെന്ന് പോലും ഇല്ല. ഇതിൻ്റെ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും എന്തായിരിക്കും എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ സ്റ്റാൻഡിങ് പ്ലാൻ. ഓക്കെ, അപ്പം ഇത് ടൈപ്സ് ഓഫ് പ്ലാനിൽ വരുന്നതാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് പ്ലാനിൽ വരുന്നതിന് സ്റ്റാൻഡിങ് പ്ലാൻ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ച്വലി 2 ഉത്തരം നമുക്ക് എഴുതാം, റൂള് അല്ലെങ്കിൽ പ്രൊസീജിയർ. ഓക്കെ, ഇത് ഏത് 2 എണ്ണം എഴുതും, കാരണം 2 സ്റ്റാൻഡിങ് പ്ലാൻസ് ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ടൈപ്സ് ഓഫ് പ്ലാൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പം ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിലും ആ ടൈപ്സ് ഓഫ് പ്ലാൻസിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ റൂള് പ്രൊസീജിയർ പ്രോഗ്രാം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് ചോദിക്കുന്ന ഒരിതാണ്. അതിൻ്റെ പ്ലാനിങ് പ്രോസസ്സ് ആണെങ്കിലും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ഇത് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം 1 ജോബ് ടു അനദർ വിത്തൗട്ട് അഫക്റ്റിംഗ് ഇസ് ഡെസിഗ്നേഷൻ ആൻഡ് റെമ്യൂണറേഷൻ ഇസ് കോൾഡ് ഡാഷ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇതും നമ്മൾ കാണാതെ പഠിച്ച് അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കുറേ വാക്കുകളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അവർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലോട്ട് മാറ്റുന്നു. ഓക്കെ, പക്ഷെ ഡെസിഗ്നേഷൻ മാറ്റില്ലല്ലേ, നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു റോള് മാറ്റില്ല, റെമ്യൂണറേഷൻ മാറ്റില്ല, ഒന്നുമില്ല. ഓക്കെ, റെമ്യൂണറേഷൻ മാറ്റമുണ്ട്. നമുക്ക് ഇപ്പോൾ കൂടുതൽ ഹൈ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ വേറൊരു പൊസിഷനാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരുന്നത്, പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ വരും. പക്ഷെ ചേഞ്ചസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും വരുന്നത്,
ട്രാൻസ്ഫർ ആയിരിക്കും വരുന്നത്. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ പറയുന്നത്. ട്രാൻസ്ഫർ ചെയ്തെന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് വേറെ. പക്ഷെ അല്ല, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ ഇതായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും +1 +2 കുറേ ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ അറിയായിരിക്കും. ടീച്ചേഴ്സ് അല്ലേ, ട്രാൻസ്ഫർ അവർക്ക് വേറെ എടുത്തോട്ട് അവർക്ക് കിട്ടും. അവിടെ അവർക്ക് റോൾ ചേഞ്ച് ഒന്നും ഇല്ല. ഇവിടെ പഠിപ്പിക്കുന്ന ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി തന്നെ ആയിരിക്കും അവർ അവിടെ പോയും പഠിപ്പിക്കുന്നത്. റിമ്യൂണറേഷൻ വ്യത്യാസമുണ്ടോ, ഒന്നുമില്ല. പക്ഷെ ഒരിടത്തുനിന്ന് വേറൊരിടത്തോട്ട് മാറ്റുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. ഫിൽ ആസ് പെർ ഹിൻറ്റ് ഗിവൻ. ഓക്കെ, എന്തോ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പ്രോസസ്സാണ്. ഇതും ആലോചിച്ചാൽ മതി, പോസിറ്റീവ് പ്രോസസ്സ്. അപ്പോൾ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്തായാലും എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവമായിരിക്കും, എന്താണ്, നെഗറ്റീവ് പ്രോസസ്സ് തന്നെയാണ്. ഇതും നമ്മൾ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും ഒക്കെ പഠിക്കുമ്പം എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സ്റ്റെപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, റിക്രൂട്ട്മെൻറ്റ് ഇതൊക്കെ സോഴ്സസ് എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് കുറേ സംഭവങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും വിട്ടുപോകാനുള്ള എന്താ ചെറിയൊരു സംഭവമാണ് എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലേ. നമുക്ക് ആർക്ക് വേണമെങ്കിലും അതിന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് അവർ ഓരോ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ റിജക്ഷൻ പ്രോസസ്സ് അവിടെ അല്ല നടക്കുന്നത്. സെലക്ഷൻ വരുമ്പോഴാണ് നമുക്ക് റിജക്ഷൻ വരുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ് വരുന്നത്, നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ് പ്രോസസ്സ് എന്നുള്ള രീതി എഴുതിയാൽ മതി. പിന്നെ വരുന്നതാണ് the hurdle in the process of communication is termed as. അപ്പം ഇവിടുത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താ പറയുക, ഇംഗ്ലീഷ് ഒരു മീനിങ് കൃത്യമായിട്ട് കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഹേർഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹിൻഡ്രൻസ് എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ഒരു തടസ്സം എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് കിട്ടുക. എൻകോഡിങ് ഡീകോഡിങ് ഫീഡ്ബാക്ക് ഒന്നും തടസ്സം വരുന്നില്ല. അതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സിൻ്റെ അകത്ത് നമ്മൾ സ്റ്റെപ്പായിട്ട് പഠിച്ചു പോകുന്നൊരു സാധനം. അപ്പോൾ അവിടെ ഒരു തടസ്സം വരുന്നത് എന്തായിരിക്കും, സിമ്പിളായിട്ട് തന്നെ ആലോചിച്ചാൽ മതി. നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് വേറെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ് റൂമിലാണെങ്കിലും നിങ്ങളുടെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന ടൈമിൽ നിങ്ങൾ സംസാരിക്കുമ്പം അത് നോയ്സ് ആണല്ലേ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് വരുന്ന, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന സംഭവമാണ് നോയ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മതി. 1 മാർക്കിൻ്റെ എല്ലാം നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കോമൺ ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നിങ്ങൾ ഭയങ്കര ആഴത്തിൽ പഠിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ ഒരു നമ്മൾ എന്താ പറയുക, കറക്കി കുത്താന്നൊക്കെ പറയത്തില്ലേ, കറക്റ്റായിട്ട് കറക്കി കുത്താൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത് നോക്കാം. ഇത് നമ്മൾ പഠിക്കാതെ നമുക്ക് പോകാൻ പറ്റൂല. ഇത് ചോദിച്ചേക്കുന്ന വീണ്ടും ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു എലമെന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. നേരത്തെ ചോദിച്ചേക്കുന്നതും കമ്മ്യൂണിക്കേഷൻ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഡയറക്റ്റിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ടോട്ടലി 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ, അത് ഡയറക്റ്റിംഗിലെ കമ്മ്യൂണിക്കേഷനിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഏത് ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. ഏത് ബാരിയറാണ് നമുക്ക് വരുന്നത്, സെമാൻറ്റിക് ആണ്. ഓക്കെ, ഒരു എന്നും കൂടെ ഉണ്ട്. ഓക്കെ, സെമാൻറ്റിക് ആണ്. ഓക്കെ, അത് കുറേ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് സെമാൻറ്റിക്. അതിൻ്റെ അകത്ത് വരുന്നതാണ്. ഇത് ലാസ്റ്റ് നിങ്ങൾ ആ ചാപ്റ്ററിലൊരു എനിക്ക് തോന്നുന്നു ടേബിൾ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെമാൻറ്റിക്കിൽ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് എ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കൺട്രോളിങ് പ്രോസസ്. ഓക്കെ, കൺട്രോളിങ്ങിൽ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞ സ്റ്റെപ്സ് ഓഫ് കൺട്രോളിങ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്സ് കുറേ കൊടുത്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം അതിൻ്റെ ഉത്തരം സിമ്പിളായിട്ട് നമുക്ക് പറയാം, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷനാണ്. ഓക്കെ, സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ആണെങ്കിലും മെഷറിംഗ് പെർഫോമൻസ് ആണെങ്കിലും അനലൈസിങ് ഡീവിയേഷനും സംഭവം കാര്യങ്ങളൊക്കെ ആണെങ്കിലും ലാസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇത് നമ്മൾ കറക്റ്റായിട്ടുള്ള എവിടെ തെറ്റ് പറ്റിയിട്ടുണ്ടോ അതിന് കറക്റ്റായിട്ടുള്ള മെഷേഴ്സ് എടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഐഡൻറ്റിഫൈ ദ ഫിക്സ്ഡ് അസെറ്റ് ഫ്രം ദി ഫോളോയിങ്. ഇത് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ അക്കൗണ്ടൻസി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ, അക്കൗണ്ടൻസി നിങ്ങൾ +1 ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നിങ്ങളുടെ 9th ചാപ്റ്ററിൽ വരുന്നതാണ് ഓഫ് കോഴ്സ്. പക്ഷെ നമുക്ക് സുഖമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഫിക്സ്ഡ് അസറ്റിൽ ഇത് ഏതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഫിക്സ്ഡ് അസറ്റ് അല്ല, സ്റ്റോക്ക് അല്ല, ഡെറ്റേഴ്സ് അല്ല. ഓക്കെ, നമുക്ക് ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞവരാണ് നിങ്ങൾ. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തായിരിക്കും വരുന്നത്, ഗുഡ്വിൽ ഫിക്സ്ഡ് അസറ്റാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉത്തരം വരുന്നത് നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം
എന്താണ് നമ്മൾ പെട്ടെന്ന് ഗുഡ് വില്ല് അതിൽ ഡിപ്രീസിയേഷനിലൊക്കെ പഠിക്കുന്നുണ്ടല്ലേ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റിൻ്റെ ഇതാണ് വരുന്നത്. അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ് വില്ലാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരുമൊക്കെ. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫിക്സ്ഡ് അസറ്റ് എന്നുള്ള രീതിയാണ് വരുന്നത്. ഓക്കെ, ബാക്കി എല്ലാം ഷോർട്ട് ടേമിൽ വരുന്നതാണ് അല്ലേ. ഷോർട്ട് ടേം ആയിട്ട് വരുന്ന കറണ്ട് അസറ്റ്സ് ആണ്. ഷോർട്ട് ടേം ആണ്, ലെസ് ദാൻ 1 ഇയർ ആണ്. ഗുഡ് വിൽ എന്തായാലും മോർ ദാൻ 1 ഇയർ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇൻടാഞ്ചിബിൾ സ്പെസിഫിക്കലി പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, പക്ഷെ ഫിക്സ്ഡ് അസറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അത് കൺഫ്യൂഷൻ ആവരുത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഏറെക്കുറെയൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെറ്റായിട്ട് ചെയ്യാനും പറ്റും. ലാസ്റ്റ് 1 മാർക്കിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതും 9th ചാപ്റ്ററിലെയാണ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പഠിച്ച കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ എന്തായാലും ഇത് രണ്ടും ആയിരിക്കത്തില്ല എന്നുള്ളത് ഏറെക്കുറെ നമുക്കൊരു ഐഡിയ എന്തായാലും കിട്ടും. പിന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നതിന് കറണ്ട് മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ളതാണ്. പക്ഷെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്ന ഒരിതാണ്. സ്റ്റാർട്ടിങ് തന്നെ ഉള്ള പോർഷനാണ്. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞില്ല, ഡയറക്റ്റിംഗ് നിന്നാണ് കൂടുതൽ ചോദിച്ചത്. ഡയറക്റ്റിംഗ് അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു എലമെന്റിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഉത്തരങ്ങൾ. ഒന്നുകൂടെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തേക്കുന്നതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അടുത്തത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ഓക്കെ, എന്തോ ഒരു ആരും പേടിക്കണ്ട, ഇപ്പം സെറ്റ് ആവും. ഓക്കെ ഓക്കെ, ഇടയ്ക്കൊരു ഒരു 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 ഇത് വന്നതാണ്. ഫസ്റ്റ് എൻ്റെ കൈ തട്ടി തന്നെ വന്നതാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്കുള്ളതാണ്, മൈൻഡിയല്ല. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് നമ്മുടെ 1 മാർക്കിൻ്റെത് കഴിഞ്ഞു. ഇനി വരുന്നതാണ് 2 മാർക്സിൻ്റെ ആണ്. ഓക്കെ, 2 മാർക്സിന് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് എഴുതാന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഏകദേശം ഈ 2 മാർക്കിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇതുപോലെ ഓർഡറിൽ കറക്റ്റായിട്ടാണ് പോയേക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലെയാണ് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ടും. ഇത് ഞാൻ ഓൾറെഡി കുറേ വട്ടം പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. ഈ മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ടും ഉണ്ട്, പ്രൊഫഷനും ഉണ്ട്. അതിൽ ആർട്ട് എന്നുള്ള രീതിയിൽ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. അതും 2 മാർക്ക് എന്നുള്ള രീതി, 2 ഫീച്ചേഴ്സ് എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ ഒരു 3 കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ 2 ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ എഴുതുക. ജസ്റ്റ് ഒരു 1 ലൈൻ ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുക്കും. ഓക്കെ, ജസ്റ്റ് ആ 2 ഫീച്ചേഴ്സ് മാത്രം, ആ ഒരു ഹെഡിങ് മാത്രം എഴുതി വെക്കാം. ജസ്റ്റ് ഒരു 1 ലൈൻ, കൂടുതലൊന്നും വേണ്ട. നമുക്ക് 2 മാർക്ക് എന്നുള്ള രീതിയിൽ മതി. ജസ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണല്ലേ, പേഴ്സണലൈസ് ആപ്ലിക്കേഷൻ അല്ലെ, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്താണെന്നുള്ള ജസ്റ്റ് ഒരു 1 ലൈനും കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് സുഖമായിട്ട് കിട്ടും. ഓക്കെ, അടുത്ത് നോക്കാം. ലിസ്റ്റ് ഔട്ട് ഇനി ഫോർ നേച്ചർ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇത് 2nd ചാപ്റ്ററിൽ വരുന്നതാണ്. 2nd ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വിഷയം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 2nd ചാപ്റ്ററിൽ കുറേ ഉണ്ട് പഠിക്കാം. ഹെൻറി ഫയോളിൻ്റെ, FW ടൈലറിൻ്റെ ഒക്കെ പ്രിൻസിപ്പിൾസും അതും കുറേ നമ്മൾ പഠിച്ചു വരുമ്പോൾ ആക്ച്വലി സ്റ്റാർട്ടിങ് ഉള്ള സംഭവം നമ്മൾ വിട്ടു. അല്ലെങ്കിൽ അത് വിട്ടേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ വിടുന്നതാണ്. പക്ഷെ വിടരുത് കണ്ട. ഇതേപോലുള്ള അതിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിനെയും ഞാൻ പറഞ്ഞ പോലെ ചില ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ FW ടൈലറിൻ്റെ ആണെങ്കിലും ഹെൻറി ഫയോളിൻ്റെ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പക്ഷെ അതേപോലെ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നൊരു പോർഷനാണ് ഈ പറഞ്ഞ പോലെ നേച്ചർ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, എൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 4 പോയിന്റ് ജസ്റ്റ് എഴുതാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, 4 ആണെന്നുള്ള സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞതുകൊണ്ട് നമ്മൾ 4 എഴുതുക. അതിന് കൂടുതൽ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും വേണ്ടി വരില്ല. കാരണം എന്താണ്, ഈ 4 അര മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. മറ്റേത് ഈ പറഞ്ഞ പോലെ 2 എഴുതിയാൽ മതി. ഇപ്പോൾ 2 എഴുതുമ്പോൾ നമ്മൾ ആ ഹെഡിങ് കൊടുക്കുക, ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷനും കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ 4 എഴുതാൻ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ആ പോയിന്റ് മാത്രം എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പോയിന്റ് എഴുതുക, 4 പോയിന്റ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. ഇനി അടുത്തത് പ്ലാനിങ് പ്രെമിസസ്. ഇത് നമ്മൾ കുറേ വട്ടം പറഞ്ഞതാണ്. പ്ലാനിങ് പ്രെമിസസ് എന്നുള്ളത് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ്. പക്ഷെ അത് മാത്രമായിട്ട്, കാരണം ഒരു ബാക്കി പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പ് നമ്മൾ എടുത്തു നോക്കിയാൽ മതി, എല്ലാം സിമ്പിളാണ്. അതിൻ്റെ ഇത്തിരി ഒരു ടഫ് എന്ന് ഞാൻ പറയില്ല, ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് വരുന്നൊരു ടേമാണ് പ്ലാനിങ് പ്രെമിസസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ 2 മാർക്കിനും 3 മാർക്കിനൊക്കെ പ്രീവിയസ് ഇയർ കുറേ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം അതേപോലെ അവർ ചോദിച്ചിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ എന്താണ്, പ്ലാനിങ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഇറ്റ്സ് സർട്ടൻ അസംഷൻസ് ആർ മെയ്ഡ് അബൌട്ട് ദി ഫ്യൂച്ചർ എൻവയോൺമെന്റ്. ആ ഒരു അസംഷൻസ്, ഫ്യൂച്ചർ അൺസർട്ടൺ ആണ്, നമുക്കറിയില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു അസംഷൻസിനെ പറയുന്നതാണ്
പ്ലാനിങ് പ്രെമിസസ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റെപ്സിൽ വരുന്നതാണ് പ്ലാനിങ്ങിൻ്റെ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം ബെനിഫിറ്റ്സ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ. ഇത് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. ആ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട സംഭവമാണ് ഈ പറഞ്ഞാൽ ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ എന്നുള്ളത്. ഓക്കെ, കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. അത് ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വേറെ മാർക്കിനൊക്കെ ഇതിപ്പോൾ 2 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ മാർക്കിനൊക്കെ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഫങ്ഷണൽ സ്ട്രക്ചർ എന്നുള്ള സ്ട്രക്ചർ ഏതൊക്കെ വരുന്നുണ്ടോ അതെല്ലാം പഠിക്കാന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഫങ്ഷൻ സ്ട്രക്ചറാണ്. ആൻഡ് ഫങ്ഷൻ സ്ട്രക്ചറിൻ്റെ തന്നെ ബെനിഫിറ്റ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ എഴുതാമെന്നുള്ള രീതിയുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നമുക്ക് ഇനി ഫീച്ചേഴ്സ് ഉണ്ടോ, ബെനിഫിറ്റ് ഉണ്ടോ, ഡീമെറിറ്റ്സ് ഉണ്ടോ, എന്തുണ്ടോ അത് ഫുള്ള് പഠിക്കാം. ഓക്കെ, അടുത്തത് ഓക്കെ, ഇത് കുറച്ച് എന്താ പറയുക ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാമെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ എന്തെങ്കിലും ഇപ്പോൾ ഡയറക്റ്റായിട്ട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് വലിയ വിഷയമില്ല. ഓക്കെ, നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതും. ഇപ്പോൾ നേരത്തെയൊക്കെ ചോദിച്ചാൽ ഫങ്ഷൻ സ്ട്രക്ചറിൻ്റെ 2 ബെനിഫിറ്റ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആ ഫങ്ഷൻ സ്ട്രക്ചർ എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് പോയിന്റ് സുഖമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമല്ലേ. പക്ഷെ ഇവിടെ ഈ പറഞ്ഞാൽ ഇവർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ തെറ്റാവുകയാണെങ്കിൽ മാർക്ക് പിന്നെ നമുക്കൊന്നും കിട്ടൂല. അപ്പോൾ ഇവിടെ മാർക്ക് എങ്ങനെയാണ് വരുന്നത്, ഒന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന്. ഇപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്, ജോബ് റൊട്ടേഷനാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് അവന് പറയുകയും ചെയ്തിട്ടുണ്ട്, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് 1 മാർക്ക്. ഓക്കെ, ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും പിന്നെ അത് എന്തുവാന്ന് എഴുതുന്നതിനും 1 മാർക്ക് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അത് രണ്ടും എഴുതണം. ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന നിങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ആ 2 മാർക്കും പോകും എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടണം, എന്താണെന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്കാം. ഇത് ഫിൽ ആസ് പെർ ഹിന്റ് ഗിവൺ എന്നുള്ളതാണ്. ഓക്കെ, കുറെ ഹിന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെയും കണ്ടായിരുന്നു 1 മാർക്കിന്റെ ഹിന്റ് കൊടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. ഇവിടെയും ഡയറക്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാസ്ലോസ്, ഏബ്രഹാം മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. അതും ഞാൻ വേറെ ഏതൊക്കെയോ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ എഴുതിക്കോളും, വിടരുത്. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഇതൊക്കെ നമുക്ക് നല്ല സുഖമായിട്ട് നിങ്ങൾ എന്തായാലും എബ്രഹാം മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി പഠിക്കാതെ ആരും പോകത്തില്ല എന്ന്. പഠിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്യത്തുമില്ല എന്ന് എനിക്കറിയാം. എല്ലാവരും എന്തായാലും പഠിച്ചിട്ടു. അപ്പോൾ എന്തായാലും പഠിച്ചിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എഴുതാം. ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഡിസ്ക്രൈബ് ചെയ്തൊന്നും എഴുതേണ്ട ഒരു കാര്യമില്ല. സിമ്പിളായിട്ട് സംഭവം എന്തോ ആണെന്നുള്ളത് ഇതിൻ്റെ അകത്ത് കുറേ നീഡ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് അതിൽ എക്സാമ്പിൾ കൊടുത്തിട്ട് ഇത് ഏത് നീഡാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിളും അവർ കൊടുത്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നു ജോബ് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ എസ്റ്റീം നീഡ്സ് ആണ്. ഗുഡ് റിലേഷൻ വിത്ത് കൊളീഗ്സ് എന്ന് പറയുമ്പോൾ അഫിലിയേഷൻ ഓഫ് ബിലോങ്ങിങ്സ് നീഡാണ്. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞ് 2 മാർക്കാണ്. ഡിസ്ക്രൈബും ചെയ്യേണ്ട ഐസും ദാറ്റും എഴുതണ്ട, ഒന്നും എഴുതണം. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഞാൻ പറയുന്നത് വിടരുത്. ഓക്കെ, കാരണം ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള നമുക്ക് ടൈമും സേവ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ആ ഒരു ഹെഡിങ് മാത്രം എഴുതിയാൽ മതി. ഇതേപോലെ ഈ പറഞ്ഞാൽ 4 മാർക്കാണെങ്കിലും 5 മാർക്കാണെങ്കിലും മാച്ച് ദ ഫോളോയിങ് ഇതൊക്കെ വരുവാണെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ സിമ്പിളായിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ആണ് വരുന്നത്. അപ്പം നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് അല്ലെങ്കിൽ എന്തായാലും ടൈം സേവ് ചെയ്യാൻ പറ്റും. കുറേ കിടന്ന് എഴുതാം. കാരണം ബിസിനസ് സ്റ്റഡീസ് ഒക്കെ നിങ്ങൾ എസ് ഒക്കെ എഴുതാൻ കുറേ എഴുതണം. 5 മാർക്കിൻ്റെ ആണെങ്കിലും കുറേ എഴുതേണ്ടതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആൻസർ ടു ദ പോയിന്റ് എഴുതിയ മാർക്ക് എന്തായാലും സുഖമായിട്ട് കിട്ടും. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ വിടരുത്. ഓക്കെ, അത്രയേ ഉള്ളായിരുന്നു 2 മാർക്കിൻ്റെത്. ഇപ്പം അടുത്തത് വന്നേക്കുന്നത് നമുക്ക് 3 മാർക്കിൻ്റെയാണ്. ഓക്കെ, 3 മാർക്കിൻ്റെ വീണ്ടും 5 ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ 5 എണ്ണം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നേക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഫയോൾസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പും ടൈലേഴ്സ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പും ഫയോൾസ് യൂണിറ്റി ഓഫ് കമാൻഡും രണ്ടും കോൺട്രഡിക്ടറി ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ പറയുന്ന ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ പറയുന്ന കാര്യത്തിൻ്റെ
ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എവിടെ പറയുന്നത്? ഫയർവാൾസിന്റെ യൂണിറ്റി ഓഫ് കമാൻഡിൽ പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാന്നുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയുക, നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ തന്നെ പഠിച്ചു പോകുന്ന ഒരു സംഭവം അല്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആ സംഭവം അറിയാമെന്നുണ്ടെങ്കിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണ്, ഫയർവാൾസിന്റെ യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണെന്നുള്ള കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ഇപ്പം ഉത്തരം വരുന്നത് ഇത് നിങ്ങൾക്ക് അത്രയും ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എഴുതണ്ടേന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടും കോൺട്രഡിക്ടറി അല്ല, അല്ലെങ്കിൽ രണ്ടും കോൺട്രഡിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് മാച്ച് ചെയ്യാതെ നിൽക്കുന്ന സംഭവം അല്ല എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. ഓക്കെ, ഫസ്റ്റ് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവോൾവ്സ് സൂപ്പർവിഷൻ ഓഫ് എ വർക്കർ ബൈ സെവറൽ സ്പെഷ്യലിസ്റ്റ് ഫോർമാൻ. ഓക്കെ, ഇവിടെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു വർക്കർ, ഓക്കെ, ഒരു വർക്കർ നിങ്ങൾക്ക് ആ സ്ട്രക്ചർ കാണുമ്പോൾ മനസ്സിലാവും, ഒരു വർക്കറിനെ സൂപ്പർവൈസ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അത് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ആൾക്കാരും സംഭവം കാര്യങ്ങളും കുറേ പേര് ഒരു സൂപ്പർവൈസ് ചെയ്യാൻ, അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇനി യൂണിറ്റി ഓഫ് കമാൻഡിൽ പറയുന്നത് എന്തുവാണ്? ഒരു എംപ്ലോയി ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡർ വാങ്ങിക്കാവൂ. ഓക്കെ, മറ്റേ സൂപ്പർവൈസ് ചെയ്യുന്നതിനെ നോക്കുന്നതും ഓക്കെ, പക്ഷെ ഓർഡറിന്റെ കാര്യം വരുമ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാവുള്ളൂ എന്നുള്ളതാണ്. സോ പെട്ടെന്ന് നമുക്കത് കേൾക്കുമ്പോൾ എന്താണ്, രണ്ടും സെയിം ആയിട്ട് തോന്നും, പക്ഷെ രണ്ടും എന്താണ് കോൺട്രഡിക്ടറി ആയിട്ട് വരുന്നു. അല്ലെ ഫയോൾ ഇത് പറയുന്നു, ഇവിടെ വന്ന് നോക്കിയപ്പോൾ ടേലർ വേറെ എന്തോ പറയുന്നു. അങ്ങനല്ല, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള. മറ്റേത് എന്താണ് വരുന്നത്, ഒരാളുടെ കാര്യങ്ങൾ നോക്കാൻ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ കുറേ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ കമാൻഡ് റിസീവ് ചെയ്യുന്നത് എപ്പോഴും 100 പേരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ രണ്ട് സൂപ്പർവൈസ് ചെയ്യുന്ന കമാൻഡ് റിസീവ് ചെയ്യുന്ന രണ്ടാണ്. ഓക്കെ, സോ അത് കോൺട്രഡിക്ടറി അല്ല എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. ഇത് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കത് അറിഞ്ഞുകൂടാ. അതാണ് പറയുന്നത്, ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ കുറയും. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പം എഴുതാൻ കറക്റ്റായിട്ട് ഐഡിയ ഇല്ലാത്തവർക്കാണെങ്കിൽ എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ എന്തായാലും എഴുതിയേ പറ്റത്തുള്ളൂ. സിമ്പിളായിട്ട് നമുക്കിപ്പോൾ 6 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അല്ല 6 ഓപ്ഷനും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം സിമ്പിളായിട്ടുള്ള. പക്ഷെ ഇങ്ങനൊരു ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. കാരണം വേറെ ഓപ്ഷൻ ഇല്ല, ബാക്കിയുള്ള ക്വസ്റ്റ്യനിൽ എഴുതാമെന്നുള്ളത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എന്തുവാന്നുള്ളത് നോക്കാം. അടുത്ത ഡെലിഗേഷൻ, അത് സിമ്പിളായിട്ടുള്ളതാണ്. പക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ആണെങ്കിൽ നമുക്ക് ടേം ഡെലിഗേഷൻ എന്നുള്ള രീതിയിൽ സംഭവം കുറച്ചുകൂടെ സിമ്പിളായിട്ട് എഴുതാം. പക്ഷെ 3 മാർക്കിൻ്റെ ആകുമ്പം അതിൻ്റേതായ രീതിയിൽ അത് എഴുതണം. എന്താണ് ഡെലിഗേഷൻ എന്നുള്ളത് എഴുതണം. അത് കുറച്ചുകൂടെ നിലവിൽ ഇപ്പം നമ്മളിവിടെ കൊടുത്തേക്കുന്ന ആൻസർ കീ എന്നുള്ള രീതിയിൽ വരുമ്പോൾ കുറച്ച് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, നിങ്ങളത് എഴുതുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഇത്തിരി വലുതായിട്ട് ഒരു 3-4 സെൻറ്റൻസ്. 4 സെൻറ്റൻസ് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ എഴുതിയ ആദ്യത്തെ 3 എന്തെങ്കിലും ചിലപ്പോൾ കറക്റ്റായിട്ടുള്ള പോയിന്റ് അല്ല എന്നുണ്ടെങ്കിൽ 4ാമത്തെങ്കിലും എഴുതി ഒന്ന് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ടേം ഡെലിഗേഷൻ എന്നൊക്കെ രീതിയിൽ 3 മാർക്കിൻ്റെ വന്നാൽ കുറച്ചധികം നമ്മളൊന്ന് എഴുതണം. കുറച്ചധികം എഴുതണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ആൻസർ ടു ദ പോയിന്റ് ആണ്. ഇപ്പം ഈ പറഞ്ഞേക്കുന്ന സാധനം അതേപോലെ നിങ്ങൾ എഴുതുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാർക്ക് പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ടേം ഒക്കെ 3 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. എന്നും പറഞ്ഞ് എസ്സേ 2 പേജ് എഴുതാനൊന്നുമല്ല, പക്ഷെ ഒരു ഇത്തിരി നല്ല രീതിയിൽ തന്നെ എഴുതുക. കാരണം നിങ്ങൾ പറഞ്ഞ ഏത് പോയിന്റ് ആണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ഞാൻ വീണ്ടും പറയുന്നു, ജസ്റ്റ് 3 പോയിന്റ് മാത്രം എഴുതി വെച്ചിട്ട് പോകരുത്. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളെ പഠിച്ചിട്ടുള്ള, ചുമ്മാ തള്ളാനല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം എൻ്റെ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകാമെന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നോക്കാം. ഡിസ്ക്രൈബ് എനി 2 സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് സ്യൂട്ടബിൾ ഫോർ എ ന്യൂ ടെക്സ്റ്റൈൽ ഷോപ്പ്. സിമ്പിളാണ്. ഓക്കെ, അവരൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങുമ്പോൾ അവിടെ വേണ്ട റിക്രൂട്ട് ചെയ്യാനുള്ള സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അത് ഇഷ്ടം പോലെ സോഴ്സസ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ന്യൂ ടെക്സ്റ്റൈൽ ഷോപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഇന്റേണൽ സോഴ്സ് വരില്ല. അവർക്ക് അതാണ് മെയിനായിട്ട് ഇവിടെ അറിയേണ്ടത്. ഓക്കെ, നമ്മൾ ഏത് സോഴ്സാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് സ്പെസിഫിക്കലി ആ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ന്യൂ ടെക്സ്റ്റൈൽ ഷോപ്പ്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഉള്ള ഇതാണല്ലോ, വേറെ ബ്രാഞ്ചസ് ഉള്ളതാണ്, അല്ലെങ്കിൽ ഓൾറെഡി കുറേ എംപ്ലോയീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇന്റേണൽ സോഴ്സും വരും. പക്ഷെ പുതിയ കടയായതുകൊണ്ട് ഇന്റേണൽ സോഴ്സ് എന്നുള്ള വരുന്നില്ല. അപ്പം അത് നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ നോട്ട് ചെയ്തത്. പിന്നെ എക്സ്റ്റേണൽ സോഴ്സ് ഉള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇതിൻ്റെ അകത്ത് 2 മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് 2 ഡിസ്ക്രൈബും കൂടെ ചെയ്യണം.
അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ഏതെങ്കിലും രണ്ടോ എടുക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പം ഫസ്റ്റിൻ്റെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന എക്സ്റ്റേണൽ സോഴ്സ് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനൊരു മാർക്കായിരിക്കും. പിന്നെ 2 മാർക്ക് എന്നുള്ള രീതിയിൽ വരുന്നത്, നിങ്ങൾ എക്സ്റ്റേണൽ സോഴ്സ് ഏതെങ്കിലും 2 എണ്ണം എടുത്തിട്ട് എഴുതുക, ഡിസ്ക്രൈബും കൂടെ ചെയ്യണം. ഓക്കെ, അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അടുത്ത് നോക്കാം, ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് ചോദിക്കുന്ന സംഭവമാണ്. ഓക്കെ, ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താണ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്താണെന്നുള്ള കൃത്യമായിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തേക്കുന്നേ ഉള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ ഞാൻ പറയുന്നു 2 കോളത്തിലായിട്ട് വരച്ച് എഴുതുക. ഓക്കെ, അറിയാമെങ്കിൽ പോയിന്റ് അതിൽ ഈ പറഞ്ഞ പോലെ മിനിമം ഒരു 3 പോയിന്റ് വരണം. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് എന്താണ് ബേസിസ് എന്ന് പറഞ്ഞൊരു കോളം വരണം, പിന്നെ ഓൺ ദ ജോബ് ട്രെയിനിങ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു കോളം വരണം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളതെന്ന് പറയുമ്പം ആ 3 മാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ആ 3 മാർക്കും കിട്ടും, നിങ്ങൾ ആ ബേസിസും കൂടെ വെച്ച് എഴുതുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ബേസിസ് ഉദ്ദേശിക്കുന്ന ഇത്രയോളം, ഇപ്പോൾ ഫസ്റ്റ് ആ ബേസ് മീനിങ്, എന്നിട്ട് 2ൻ്റെയും മീനിങ് എഴുതുക. ഓക്കെ, പിന്നെ അത് ബേസിസ്, എന്നിട്ട് 2ൻ്റെ എക്സാമ്പിൾ എഴുതുക. അങ്ങനെ കൊടുത്ത് എഴുതുമ്പം മാർക്ക് നമുക്ക് കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെ എഴുതിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാർക്ക് കുറവൊന്നും വരുന്നില്ല, പക്ഷെ കാണാനൊരു ഇത് വരില്ല. നിങ്ങൾ അത്രയും ഇതായിട്ട് നമുക്കിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിന് ഇൻഡെപ്ത് ആയിട്ട് പോകാത്തത് കൊണ്ടാണ് ആ ടേബിൾ എന്നുള്ള രീതിയിലൊന്നും കാണിക്കാഞ്ഞത്. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് എഴുതുകയും ചെയ്യും, പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതി തീരുകയും ചെയ്യും. ഓക്കെ, വരച്ച സമയം കളയരുത്, ജസ്റ്റ് പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്യുക, സിമ്പിളായിട്ടൊന്ന് വരയ്ക്കുക. ഇതിൻ്റെ അത് കൂടുതൽ ആഡംബരവും കാര്യങ്ങളൊന്നും വേണ്ട. ചിലപ്പോൾ 5 മാർക്കിനൊക്കെ നമ്മൾ ഇത്തിരി ഒന്ന് ആഡംബരമായിട്ട് വരയ്ക്കേണ്ടി വരും. പക്ഷെ 3 മാർക്കിനെ പറഞ്ഞാൽ 3 പോയിന്റ് അല്ലെങ്കിൽ 4 പോയിന്റ്. ഓക്കെ, 3 പോയിന്റ് മിനിമം വേണം. 4 പോയിന്റ് നമ്മളൊരു എക്സ്ട്രാ പ്രിക്കോഷന് വേണ്ടി ഒരെണ്ണവും കൂടെ എഴുതി വെക്കുക. ഓക്കെ, പിന്നെ വരുന്നതാണ് കൺട്രോൾ ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്നുള്ളത് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഇത് ചെറിയൊരു സംഭവമാണ്, കൺട്രോളിങ് എന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു സംഭവമാണ് അത്. പക്ഷെ 3 മാർക്ക് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നുള്ള രീതിയിലാണ് ഇവർ കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ മാനേജ്മെന്റ് എക്സെപ്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ളൊരു തോട്ട് വരും. ആൻഡ് അതിനെക്കുറിച്ച് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എഴുതും. ഓക്കെ, അപ്പോൾ 3 മാർക്കിൻ്റെ എല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്കെല്ലാം ഇതേപോലെ എന്താ പറയുക, ടേമുകളൊക്കെ തന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ അത് 3 മാർക്ക് എന്നുള്ള രീതിയിൽ വരുമ്പം കുറച്ച് മാത്രം എഴുതി വെക്കല്, അതിനനുസരിച്ചുള്ള രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. പിന്നെ അതെ, വീണ്ടും ടേം തന്നെയാണ് 3 മാർക്കിൻ്റെ ചോദിച്ചേക്കുന്നത്, ഫിനാൻഷ്യൽ ലിവറേജ്. ഓക്കെ, 3 മാർക്കിൻ്റെ ശ്രദ്ധിച്ച് ഞാൻ വീണ്ടും പറയുന്നത് എല്ലാം ടേമുകൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ആക്ച്വലി ടേംസ് സംഭവം കാര്യങ്ങളിൽ 2 മാർക്കിന് ചോദിക്കാൻ നമുക്ക് സുഖമാണ്, അല്ല 1 മാർക്കിന് ചോദിച്ചാലും സുഖമാണ്. പക്ഷെ അങ്ങനെ അല്ല അവർ ചോദിച്ചത് 3 മാർക്കിന്. അപ്പോൾ ഇത്തിരി നല്ല ഇതായിട്ട് തന്നെയാണ്, കാരണം നമുക്ക് ഏതാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ ഏതാണ് അവർക്ക് കറക്റ്റ് ഉത്തരമായിട്ട് തോന്നുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്തിരി നല്ലോണം തന്നെ അത് എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് മാർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇത് നമ്മുടെ ചാപ്റ്റർ 9 വരുന്നതാണ്. ഇനി അടുത്തത് 4 മാർക്കിൻ്റെ ആണ്. 4 മാർക്കിൻ്റെത് ഓൾറെഡി നമ്മൾക്ക് ഹെൻറി ഫയോൾസ്, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പം ഫുള്ളായിട്ട് ആ ഒരു 14 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുമ്പോഴും 14 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുകയും ചെയ്യും. നമ്മൾ എസ് എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്ത് പഠിക്കുന്നതാണല്ലേ. അപ്പം അതുകൊണ്ട് 4 മാർക്കിൻ്റെ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് വലിയ കുഴപ്പമില്ല, കാരണം നമ്മൾ എസ് എക്സ്പെക്ട് ചെയ്ത് പഠിക്കുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഇത് പഠിക്കാൻ പറ്റും. നമുക്ക് വേറെ കൺസേണോ കാര്യങ്ങളോ ഒന്നും വരില്ല, സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം 4 എണ്ണം മാത്രമേ ഇതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുള്ളൂ. 1 or 2 സെൻറ്റൻസ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു 1 or 2 എന്നവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 സെൻറ്റൻസ് എഴുതുക. ഒരു പ്രിക്കോഷൻ, ഞാൻ പറഞ്ഞ പോലെ 4 മാർക്കിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഒരു മാർക്ക് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി 2 സെൻറ്റൻസ് എങ്കിലും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി എഴുതി വെക്കുക. ചിലപ്പോൾ എന്തെങ്കിലും അവർ ഉദ്ദേശിച്ച സെൻറ്റൻസ് അല്ലെങ്കിൽ നമുക്ക് ഒരു വിഷയം വരരുത്. പറഞ്ഞ പോലെ നമ്മൾ തിയറി എത്ര എഴുതിയാലും ഒരു ലിമിറ്റിൻ്റെ പുറത്തോട്ട് മാർക്ക് നമുക്ക് ചിലപ്പോൾ സ്കൂളുകളിൽ കിട്ടത്തില്ലായിരിക്കും. നമ്മൾ അത്രയും അടിപൊളിയായിട്ട് എഴുതിയാൽ പോലെ പബ്ലിക് എക്സാമിന് പോലും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാക്സിമം എന്താണ് എൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ എഴുതി പോവുക. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, ഞാൻ ഇതാണ് ഓൾറെഡി നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ചാപ്റ്ററാണ്. ഓക്കെ, പക്ഷെ അതിൽ നിന്ന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ബാക്കിയുള്ള ഈ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് എഴുതാനുണ്ട് അല്ലേ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാനുണ്ട്, കുറച്ച് നല്ലോണം എഴുതിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഇത് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണക്ട് ചെയ്ത് എഴുതിയാൽ മതി. 4 മാർക്കാണ്.
ഓക്കെ, ജസ്റ്റ് ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ആ ചേഞ്ചസ് ലൈഫ് സ്റ്റൈൽ പോലും എഴുതണ്ട, എന്ന് എഴുതിയിട്ട് അത് എന്തുവാന്നുള്ളത് ഉത്തരം എഴുതിയാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കിട്ടുമായിരിക്കും. ഓക്കെ, നമ്മൾ എടുത്ത് എഴുതുന്നതായിരിക്കും ബെറ്റർ. ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ടീച്ചേഴ്സിന് കാണുമ്പം അവർക്ക് എളുപ്പമായിട്ട് ചെയ്യുമ്പം അവരത് അത്രയും നല്ലതായിട്ട് നമുക്കപ്പം ഇത് ചെയ്യും. അല്ലെ അവർക്ക് കൺഫ്യൂഷനാണ്, അവരെടുത്ത് നോക്കി ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ അത് ഭയങ്കര ടയേർഡ് മീൻസ് ഒരു മടുപ്പ് പോകും. അപ്പം അതുകൊണ്ട് അവരുടെ എളുപ്പത്തിനും കൂടെ ഉള്ള രീതിയിൽ എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്നൊക്കെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വെറുതെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ. ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൊമേഴ്സ് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ വരുമ്പോഴേ നമുക്ക് മനസ്സിലായി എക്കണോമിക്സ്. ഓക്കെ, ഇനി ആക്ട് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ലീഗലായിട്ട് ബന്ധപ്പെട്ടാണ് ആക്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ടെക്നോളജി, അത് പിന്നെ പേരിൽ തന്നെ ഉണ്ട് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. പിന്നെ ലൈഫ് സ്റ്റൈൽ, ചിലപ്പോൾ അതായിരിക്കും പഠിക്കാത്തൊരു കുട്ടിക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്ന ലൈഫ് സ്റ്റൈൽ ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പം പഠിച്ചവർക്കാണെങ്കിൽ ഏറെക്കുറെ എന്തായാലും ഫസ്റ്റ് തന്നെ കിട്ടും. അപ്പം പഠിക്കാത്തൊരാൾക്ക് പോലും 4 മാർക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം, ടൈമും കളയാതെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ എൻവയോൺമെന്റ് ആണെങ്കിലും ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണെങ്കിലും കൺട്രോളിങ് ആണെങ്കിലും നമ്മളങ്ങനെ ചെറിയ ചാപ്റ്റേഴ്സ് വിടാൻ പാടില്ല. അതിൽ നിന്ന് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓപ്ഷൻ നല്ല സുഖമായിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന ഏതാണ് 4 ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാം. 5 ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാനാണ്. അപ്പോൾ അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പിന്നെ 3 എണ്ണം ഒന്ന് ഇത്തിരി നല്ലതായിട്ട് എഴുതിയാൽ മതി, നമുക്ക് കുഴപ്പം വരില്ല. ഓക്കെ, അടുത്ത് നോക്കാം. ഫങ്ഷണൽ ഓർഗനൈസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ ആ ഫങ്ഷണൽ സ്ട്രക്ചർ എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാം വിത്ത് ഡയഗ്രാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് നിങ്ങൾ സെറ്റാക്കി റെഡിയാക്കി എഴുതാന്നുള്ളത്. ഓക്കെ, അത് നിങ്ങളുടെ ഇതിൽ കൊടുത്തേക്ക് ഞാൻ ഓൾറെഡി ജസ്റ്റ് എന്താണെന്നുള്ളത് എഴുതുക, ഡയഗ്രാം എഴുതുക. ഓക്കെ, ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രത്തിന് എനിക്ക് 2 മാർക്ക് എന്നുള്ള രീതിയായിരിക്കും. ഫങ്ഷൻ സ്ട്രക്ചർ എന്താണെന്നുള്ളത് എഴുതുന്നതിന് 2 മാർക്കായിരിക്കും. ഓക്കെ, പിന്നെ അഫ്കോഴ്സ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും വിടാതെ പഠിക്കുന്നതും അല്ലെങ്കിൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഇതാണ്, നല്ല അടിപൊളിയൊരു ടോപ്പിക്കാണ് എബ്രഹാം മാസ്ലോവിൻ്റെ നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. അത് വിത്ത് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഡയഗ്രാം ഒന്നും വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾ ഡയഗ്രാം വരച്ചെഴുതണം. ഓക്കെ, ഡയഗ്രാം വരച്ചെഴുതുമ്പം തന്നെ നമുക്ക് അതനുസരിച്ചുള്ള മാർക്ക് കിട്ടത്തുള്ളൂ. ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സംഭവമാണിത്. ഓക്കെ, അത് ഓർഗനൈസേഷൻ്റെ എക്സാമ്പിളും ഇൻഡിവിജ്വൽ എക്സാമ്പിൾ എന്നുള്ള രീതിയിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഡയഗ്രാം വരച്ച് തന്നെ എഴുതുക. ഓക്കെ, ഡയഗ്രത്തിന് തന്നെ അത് അത്രയും കൃത്യമായിട്ട് നിങ്ങൾ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്. ഓക്കെ, പിന്നെ അത് എന്തുവാണെന്നുള്ള സിമ്പിളായിട്ടൊന്ന് എഴുതി പോയാൽ മതി, സിമ്പിളായിട്ട് എഴുതി പോയാൽ മതി. കൂടുതൽ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒന്നും വേണ്ടി വരത്തില്ല. അതെന്താണ്, ഓൾറെഡി ആ ഡയഗ്രത്തിൽ തന്നെ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡയഗ്രാം വരയ്ക്കാൻ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എബ്രഹാം മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി എന്നുള്ള രീതിയിൽ 4 or 5 മാർക്കിനൊക്കെ ചോദിക്കുവാണ്. 3 മാർക്കിനാണെങ്കിൽ പോലും അത് വരച്ചെഴുതുക. 1 മാർക്കിനും 2 മാർക്കിനും നിങ്ങളത് വരയ്ക്കാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ എഴുതേണ്ട കാര്യമില്ല. പക്ഷെ 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയൊക്കെയാണ് വരച്ച് എഴുതുക. ഓക്കെ, അടുത്തത് കൺട്രോളിങ് എന്നുള്ളതാണ്. പ്രോസസ്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് കൺട്രോളിങ് എന്നുള്ളത്. അതിൽ നമ്മൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് 4 എണ്ണം മാത്രം എഴുതി വെക്കല്, 5 ഇതും എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അത് ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ എഴുതുക. അത് ആദ്യം എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നത് ഇതേപോലെ സ്റ്റെപ്പുകൾ പോയിന്റ് എഴുതി വെക്കുക. ഓക്കെ, പോയിന്റ് എഴുതി വെച്ചിട്ട് എന്നിട്ട് ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ്. അല്ലെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റൂട്ട് മാപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ഡയഗ്രാം പോലെ വേണേൽ വരയ്ക്കാം. ഓക്കെ, സ്റ്റെപ്പ് 1 സെറ്റിംഗ്സ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, എന്നിട്ട് ഒരു ആരോ ഇട്ടിട്ട് അടുത്ത സ്റ്റെപ്പ് 2 മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, അങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇത് ജസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയുവാണ്, കാരണം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പം ഒരു ടീച്ചറിന് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്ക് ഇട്ട് തരാൻ തോന്നും. കാരണം അത് പെർഫെക്റ്റ് ആണ്, അതിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടി. പിന്നെ ജസ്റ്റ് ഒന്ന് എന്താണ് ഡിസ്ക്രൈബും കൂടെ ചെയ്തേക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റേജസ്, സ്റ്റെപ്സ്, പ്രോസസ്സ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ ആരോ ഒക്കെ ഇട്ടിട്ട് സമയം ഉണ്ടെങ്കിൽ, സമയം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് ടൈം കളയേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിൻ്റെ 4 കൊടുത്തിട്ട് അതിൽ ഏതെങ്കിലും 3 സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അത് ഫസ്റ്റ് ചാപ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്. വാട്ട് ഈസ് മാനേജ്മെൻറ്റ്, ഡിസ്ക്രൈബ് ഇസ് ഒബ്ജക്റ്റീവ്സ് ഇൻ 1 or 2 sentences ഈച്ച്. ഓക്കെ, അപ്പോൾ ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, വാട്ട് ഈസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് 1 മാർക്കായിരിക്കാം. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റീവ്സ് എഴുതുന്നതിന് 4. അപ്പം 4 ഒബ്ജക്റ്റീവ് എങ്കിലും മിനിമം എഴുതാം. ഓക്കെ, 4 ഒബ്ജക്റ്റീവ് എങ്കിലും ജസ്റ്റ് നിങ്ങൾ മിനിമം എഴുതുക എന്നുള്ളതാണ്. അതിന് എത്രത്തോളം ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ അത് അത്രയും എഴുതുക.
ഓക്കെ, അതിൽ ഫസ്റ്റ് മാനേജ്മെന്റ് എന്താണെന്നുള്ളതും എഴുതുക, 4 എഴുതുക. ഓക്കെ, കാരണം നമുക്ക് മാർക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പം നമ്മൾ ആ എഴുതിയേക്കുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങൾ എഴുതിയേക്കുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് മാർക്ക് നമുക്ക് കിട്ടൂല. ഓക്കെ, അപ്പോൾ എത്രത്തോളം ഒബ്ജക്റ്റ് നമുക്ക് എഴുതാൻ പറ്റുമോ അത്രത്തോളം ഒബ്ജക്റ്റ് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒന്നും ആലോചിക്കണ്ട, എഴുതുക എന്ന് പറഞ്ഞ് വലിച്ചു വരെ എഴുതാനില്ല, 4 മിനിമം എഴുതുക. ഓക്കെ, പിന്നെ വരുന്നതാണ് 5 മാർക്കിന് സിമ്പിളായിട്ടുള്ള, വീണ്ടും നമ്മൾ 4 മാർക്കിന് കണ്ടുപോലെ തന്നെ ഇതേപോലെ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് വന്നാൽ വിടരുത്. ഓക്കെ, അതിൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്, വിടരുത്. കാരണം നമുക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ടൈമും സേവ് ചെയ്യാം, പെട്ടെന്ന് ചെയ്യുകയും ചെയ്യും, കൈ എഴുതി നിങ്ങളുടെ കൈ വിരൽ ഓടിയത്തും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇങ്ങനെയാണ്: നോ സ്മോക്കിംഗ് ഇൻസൈഡ് പ്രമിസ്. എനിക്കൊന്ന് സ്മോക്കിങ്, ഡ്രിങ്കിങ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ അത് റൂൾ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ പ്രൊമോഷൻ ഓൺ ദ ബേസ് ഓഫ് മെറിറ്റ് ഓൺലി പോളിസി, 20% increase in yearly sales objectives, time rate system of way system method, statement of expected results in numeric terms, budget. ഓക്കെ, അപ്പം ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് എന്താണെന്നുള്ളതല്ല കൊടുത്തേക്കുന്നത്, എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പം അതെന്താണെന്നുള്ള മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം കൃത്യമായിട്ട്, കാരണം നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തേക്കുന്ന എക്സാമ്പിൾ തന്നെ ചോദിക്കണമെന്നില്ല, അല്ലെ, കോമൺ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് ചിലപ്പം അറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് എന്താണെന്നുള്ള കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക്, ഇപ്പം റൂൾ ആണെങ്കിലും ബഡ്ജറ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ബാക്കി 3 നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ വേണം എന്താണെന്നുള്ളത്. പിന്നെ അടുത്ത വരുന്ന സൂപ്പർവിഷൻ, അത് ആക്ച്വലി നമ്മുടെ ഡയറക്റ്റിംഗിലെ ചാപ്റ്ററിൽ വരുന്നതാണ്. ഓക്കെ, ഡയറക്റ്റിംഗ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന 2 ഏരിയാസാണ് മോട്ടിവേഷനും കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, പക്ഷെ ആ ലീഡർഷിപ്പും സൂപ്പർവിഷൻ എന്നുള്ളത് നമ്മൾ ഓവർലുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വിടാൻ ചാൻസ് ഉള്ളു. പക്ഷെ വിടരുത്, ഇതേപോലെ ഒന്നെങ്കിൽ സൂപ്പർവിഷനോ അല്ലെങ്കിൽ ലീഡർഷിപ്പിനോ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഒന്നെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ, ലീഡർഷിപ്പായിട്ട് വരുന്ന ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ, ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഓക്കെ, അതിൽ നിന്നൊക്കെ നമ്മൾ, കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ മറ്റേ 2 വലുത് കിടക്കുന്ന പഠിക്കുക, എൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ അങ്ങനെ ചെയ്യരുത്. കാരണം അതേ നീ പറഞ്ഞ ഇമ്പോർട്ടൻസോ ഫീച്ചേഴ്സോ മെറിറ്റ്സോ എന്നുള്ള രീതിയിൽ എന്തായാലും ക്വസ്റ്റ്യൻ സൂപ്പർവിഷൻ ആണോ ലീഡർഷിപ്പ് ആണോ വരുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സൂപ്പർവിഷനാണ്, ചിലപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം ചോദിക്കാൻ പോകുന്നത് ലീഡർഷിപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ചെറിയ ടോപ്പിക് ആണെങ്കിലും വിടരുത്, കാരണം അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. പിന്നെ എക്സ്പ്ലെയിൻ any 5 factors affecting capital structure. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ആണ്. ഓക്കെ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ, അതേപോലെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ, അത് ഫിക്സഡ് ക്യാപിറ്റൽ ആണോ അതോ വർക്കിംഗ് ക്യാപിറ്റൽ ആണോ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല, പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് എസ്സേ ആണ്. എസ്സേൻ്റെ ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, വർക്കിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ ഫാക്ടേഴ്സ്, 5 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇറ്റ്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആ 5 ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, 5 എഴുതുക. അപ്പോൾ ആ വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതുന്നതിനാണ് ബാക്കി നമുക്ക് 3 മാർക്ക് വരുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഷോർട്ടായിട്ട് ഇപ്പോൾ എല്ലാം അതിനകത്ത് പഠിപ്പിക്കുന്ന ഒരു ലെവലിലോട്ട് പോകാത്തത് കൊണ്ടാണ് കുറേ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പക്ഷെ നമ്മൾ എഴുതുന്ന വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം എഴുതി പോകാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എന്നുള്ള രീതിയിലും കൂടെ എഴുതുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിൻ്റെ ഇത്തിരി വെറൈറ്റി ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നോർമലി ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സ് അങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്ക് യൂഷ്വലി കുറച്ച് എസ്സേ എന്നുള്ള രീതിയിൽ ചോദിക്കാറുള്ളത്, അല്ലെങ്കിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അങ്ങനെയൊക്കെ. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ബെനിഫിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയിയും ഓർഗനൈസേഷനും വരുന്ന ബെനിഫിറ്റ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതും 3 ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 3 എന്ന് പറഞ്ഞാൽ 4 എഴുതി വെക്കുക, നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബലത്തിന് വേണ്ടി. ചിലപ്പോൾ എന്തെങ്കിലും തെറ്റാണെങ്കിലോ എന്ന് വെച്ചിട്ട് അത് കൂടുതലൊന്നും എഴുതണ്ട. അപ്പോൾ ആ 3 എന്നുള്ള രീതിയിൽ ബെനിഫിറ്റ് 2 കൂടെ എഴുതുക. ആൻഡ് വാട്ട് ഈസ് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ എഴുതുക. ഇത് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അത്രയും കൃത്യമായിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് ആ ഒരു മാർക്ക് എന്നുള്ള രീതിയിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഫാക്ടേഴ്സ് ഉള്ള ഫാക്ടേഴ്സ് നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഈ ബെനിഫിറ്റ് ഒക്കെ നമ്മൾ അങ്ങനൊന്നും കാണാതെ പഠിക്കുന്ന ഒരു സംഭവം അല്ല, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു ഏരിയ അല്ല. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഇത്, അല്ലെങ്കിൽ മാർക്ക് നമുക്ക് കിട്ടൂല.
പിന്നെ ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ അതിൻ്റെ പ്രോസസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. ഇത് കുറേ വട്ടം ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഡയറക്റ്റിൽ നിന്ന് എന്തായാലും ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാം, 100% ഉറപ്പായിട്ടും ഡയറക്റ്റിൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്തായാലും വന്നിരിക്കും. അതാണ് ഈ പ്രാവശ്യം കമ്മ്യൂണിക്കേഷനാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, കമ്മ്യൂണിക്കേഷനുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ വിത്ത് ഹെൽപ്പ് ഓഫ് ആ ഡയഗ്രാം വരച്ചാൽ തന്നെ വേറെ ഒന്നും വേണ്ടത്, അതേപോലെ വരച്ചു വെക്കാം, വേറെ ഒന്നും നോക്കണ്ട, അതേപോലെ വരച്ചു വെക്കാം. ഓക്കെ, ഇതിന് തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കാണ്. ഓക്കെ, അത് വരച്ച് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഡയഗ്രാം കൃത്യമായിട്ട് വരയ്ക്കുന്നതിന് തന്നെ നമുക്ക് മാർക്ക് കിട്ടും. അതിനി ഇവിടെ വിത്ത് ഹെൽപ്പ് ഓഫ് ഡയഗ്രാം എന്ന് ഒരു സ്പെസിഫിക്കലി എടുത്ത് കൊടുത്തിട്ടുണ്ട്, കൊടുത്തില്ലെങ്കിൽ പോലും നമ്മൾ ഡയഗ്രാം വരയ്ക്കുക. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, കാരണം സിമ്പിളാണ്, അത് വെച്ചിട്ട് തന്നെ നമുക്കാണെങ്കിലും എളുപ്പമാണ്. നമ്മളത് വരച്ച് കഴിഞ്ഞാൽ അത് നോക്കി അങ്ങ് എഴുതിയാൽ എന്താ സംഭവം എന്നുള്ളത് നോക്കി എഴുതി പോകേണ്ട കാര്യമേ ഉള്ളൂ. ആരൊക്കെ കൊടുക്കുന്നത് സൂക്ഷിച്ചു കൊടുത്തോളും. ഓക്കെ, അവിടെ ഇവിടെ തെറ്റിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇത് തിരിച്ചിങ്ങോട്ടൊക്കെ ആരും ഇട്ട് കഴിഞ്ഞാൽ മാർക്കും ശ്രദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, ടീച്ചേഴ്സ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പോൾ വലിച്ചു വരെ എഴുതി വെക്കുന്നത് ചിലപ്പോൾ അവർക്ക് മടുപ്പായിരിക്കും, പക്ഷേ ഇതേപോലെ ഡയറൊക്കെ അവർ കൃത്യമായിട്ട് നോക്കും, അവരുടെ ആരോ ഒക്കെ ഇടുന്നത് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ഓൾറെഡി കുറേ അത് പറഞ്ഞ് പോയിട്ടുള്ളതാണ്. ഇപ്പം ഏതൊക്കെ ഏരിയാസാണ് വന്നിട്ടുള്ളത്, ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ ആണല്ലോ, അത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പം അങ്ങനെയല്ല, ഇതെല്ലാം നിങ്ങൾ ഓൺ എക്സാം ആണെങ്കിലും ക്രിസ്മസ് എക്സാം ആണെങ്കിലും മിഡ് ടേം ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ പബ്ലിക് എക്സാം എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻസ് ഇടുന്നതും പാറ്റേൺസ് ഇടുന്നതും. ഓക്കെ, അപ്പം നമ്മൾ അത് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ പബ്ലിക് എക്സാമിന് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കഴിഞ്ഞു, നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ മടിയായിരിക്കും, ചിലപ്പോൾ പഠിച്ചു കാണത്തില്ല, അതൊന്നും വിഷയമുള്ള കാര്യമേ അല്ല. നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ പബ്ലിക് എക്സാമിന് വേണ്ടിയാണ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടാൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കാം. സിമ്പിളാണ്, ഞാൻ പറഞ്ഞ പോലെ ഇതോർത്ത് ആരും വിഷമിക്കേണ്ട, നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട്. ഇനിയും 2 എക്സാം കിടക്കുന്നു, മെയിൻ എക്സാമാണ് നമുക്ക് മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. സോ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അതെന്താണ് അങ്ങനെ വന്നതെന്നുള്ള എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. സോ ഇതോടെ നമ്മുടെ വീഡിയോ അവസാനിച്ചേക്കുവാണ്. നമ്മുടെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ അവസാനിച്ചു. ആൻഡ് താങ്ക് യു സോ മച്ച്.